ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി നടക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രശ്നം വഷളാകാൻ കാരണം സർക്കാരാണ് എന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സാംസ്കാരിക മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയ 5 പേജുകൾ, 11 ഖണ്ഡികകൾ, അത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? സുജയ, ഇതുവരെ സാംസ്കാരിക വകുപ്പിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച 19 ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് ലഭിച്ചത്. അതിൽ 233 പേജ്. പക്ഷേ അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് നേരത്തെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചത് പ്രകാരമല്ല, ചില പേജുകൾ, ചില പാരഗ്രാഫുകൾ അധികമായി കട്ട് ചെയ്തു എന്ന്. 5 പേജുകൾ, ഏതാണ്ട് 11 പാരഗ്രാഫുകളാണ് ഈ അറിയിക്കാതെ ചട്ടവിരുദ്ധമായി ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. അതിൽ ആണ് നമ്മൾ സാംസ്കാരിക വകുപ്പിന് അപ്പീൽ നൽകിയത്. ഒപ്പം വിവരാവകാശ കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയത്. ഇതുവരെ ആ പരാതിയിൽ പ്രത്യേകിച്ച് മറുപടിയില്ല. ഈ പകർപ്പ് കൈമാറുന്നത് സംബന്ധിച്ച് തീരുമാനമില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ ഭാഗം ഒഴിവാക്കിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഏതായാലും ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ ഈ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു. അതിൽ കൃത്യമായി ഇന്നേ പാരഗ്രാഫുകൾ, ഇന്നേ പേജുകൾ ഒഴിവാക്കുമെന്നും മറ്റു പേജുകൾക്കുള്ള പണമടയ്ക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് കത്തയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പണമടച്ച് ഈ അപേക്ഷ വീണ്ടും സമർപ്പിച്ച് ഇതിനായി റിപ്പോർട്ടിനായി കാത്തിരുന്നത്. വിവരാവകാശ കമ്മീഷണർ തന്നെയാണ് ഈ ഒഴിവാക്കുന്ന പേജുകൾ, ഒഴിവാക്കുന്ന പാരഗ്രാഫുകൾ ഏതാണെന്ന് അപേക്ഷ നൽകിയവരെ കൃത്യമായി അറിയിക്കണം. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ അപ്പീൽ പരിശോധിക്കാനുള്ള അവസരവും ഉണ്ടാകണം എന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. പക്ഷേ ആ ഉത്തരവ് പരിഗണിക്കാതെ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തിയതിന് ഒരു ഗൂഢാലോചന, അത് സംശയാസ്പദമാണ് ഈ പേജുകൾ ഒഴിവാക്കിയത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ഏതായാലും പരാതി സ്വീകരിച്ചെങ്കിലും അതിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് കാര്യം. ഇനി വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടൽ അനിവാര്യമായി വരും. ഏതായാലും പുറത്തു വന്ന റിപ്പോർട്ടിലെ പേജുകൾ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കി കഴിഞ്ഞു ഇതിനോടകം. അതിൻ്റെ ഒരു ചലനം ആണ്, അതിൻ്റെ തുടർചലനമാണ് ഇപ്പോൾ 2 പ്രമുഖ സിനിമാ താരങ്ങൾ, സിനിമാ പ്രവർത്തകർ പുറത്തേക്ക്, രഞ്ജിത്തും സിദ്ദിഖും പുറത്തേക്ക് പോകുന്നതിന് വഴിയൊരുക്കിയതും. നമ്മൾ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടത്, അതിനൊപ്പം നമ്മൾ ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശക്തമായി നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പീഡനത്തിന് ഇരയായവർ, നിരന്തരം വേട്ടയാടപ്പെട്ടവർ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നത്, അവർക്ക് ആത്മധൈര്യം ലഭിക്കുന്നത് നമ്മൾ നൽകുന്ന ഈ പിന്തുണയാണെന്ന് പറയാതെ വയ്യ. ഒപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നതാണ് ഈ തരത്തിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ, അവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ അവസരം ലഭിച്ചത്. സുജയ. ഓക്കെ റോഷിപാൽ, ഇപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ രാജി, അതായത് ഓരോ സംഘടനയിലുമുള്ള ആളുകളുടെ രാഷ്ട്രീയം അറിയാമല്ലോ എന്ന് സർക്കാരിന്റെ ഭാഗത്തു തന്നെ ചോദ്യം വരുന്നുണ്ട്. താരസംഘടനയിലെ അംഗങ്ങളുടെ രാഷ്ട്രീയം കൂടി ചർച്ചയാവുകയാണോ? അതനുസരിച്ചാണോ ഇനിയിപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടക്കാൻ പോകുന്നത്? അതിന് ചില സൂചനകളും കാണുന്നുണ്ടല്ലോ പല പ്രതികരണങ്ങളിലും. റോഷിപാലിന് എന്ത് തോന്നുന്നു? സുജയ്, ഇക്കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം രഞ്ജിത്ത്, ഇടതുപക്ഷ സഹയാത്രികനായ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു. ഒരു ആയുധം ലഭിച്ചു പ്രതിപക്ഷത്തിന് ഏറെക്കാലത്തിന് ശേഷം, അത് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവനാഴിയിലെ 2ാമത്തെ ആയുധമാണ്. ഒപ്പം മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് സജി ചെറിയാന്റെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് കോൺഗ്രസ് സഹയാത്രികനായ സിദ്ദിഖ്, AMMയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉയർന്നത്. പിന്നാലെ തന്നെ സിദ്ദിഖ് രാജിവെക്കുന്നു. അത് ഇടത് സൈബർ ഹാൻഡിലുകൾ കൃത്യമായി ഉപയോഗിക്കുന്നു. വ്യാപകമായ പ്രചരണമുണ്ട് ഈ കാര്യത്തിൽ. അതിൻ്റെ ഒരു തുടർച്ചയായാണ് മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണവുമെന്ന് കണക്കുകൂട്ടേണ്ടി വരും. അത് കോൺഗ്രസ് സഹയാത്രികനാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ് സഹയാത്രികനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് കൃത്യമായി CPM അത് ആയുധമാക്കുന്ന ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഇടതുപക്ഷ സഹയാത്രികനായ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് UDFും കൃത്യമായി ഉപയോഗിക്കുന്നു ആയുധമായി. സർക്കാരിനെതിരെ വീണ്ടും UDF ആരോപണം ഉന്നയിക്കുന്നു. മന്ത്രി സജി ചെറിയാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താക്കുറിപ്പിലും അത് വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൂടുതൽ പ്രസ്താവനകൾക്കൊപ്പം തന്നെ കൂടുതൽ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തും നൽകിയിട്ടുണ്ട്. അതിലും മറുപടി ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം പരാതിപ്പെടുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഇതിനെല്ലാം തുടക്കമിട്ടത് റോഷിപാൽ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനെല്ലാം തുടക്കമിട്ട ആക്രമണത്തിനിരയായ നടി നമ്മുടെ മുന്നിലുണ്ട്. അവൾ കാണിച്ച ധൈര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ധൈര്യത്തിൽ നിന്ന് രൂപം കൊണ്ട WCC എന്ന സംഘടനയുണ്ട്. ആ സംഘടന ഇന്ന് ഭരിക്കുന്ന അതേ സർക്കാരിന് തന്നെ, ഒന്നാം പിണറായി സർക്കാരിന് കൊടുത്ത ഒരു നിവേദനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരാൻ വൈകി എന്നുള്ളത് വാസ്തവമാണ്. 4.5 കൊല്ലം അത് പുറത്തേക്ക് വന്നില്ല. അതിന് നിയമകാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ സ്ത്രീകൾക്കൊക്കെ ധൈര്യത്തോടെ വന്ന് പറയാനുള്ള ഒരു അവസരം ഒരുങ്ങിയത് എന്നതും നമ്മൾ